എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ ആ ഒരു എൽഡർ ലേഡിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു എൽഡർ ലേഡി അവള് മാസ്റ്റർ റോഷിയുടെ സഹോദരിയാണ്. അവരാദ്യമായിട്ട് ഡ്രാഗൺ ബോളിന്റെ ഇൻഫർമേഷൻ അത് പറഞ്ഞു തരാനായിട്ട് മൊട്ടപ്പനെയും അവളുടെ ഒരു അസിസ്റ്റന്റിനെ ഉപയോഗിച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിച്ചു. കറക്റ്റ് സമയത്ത് കുഞ്ഞിപ്പെണ്ണും ആ റാബിറ്റും അവർ രണ്ടുപേരും ചേർന്ന് മൊട്ടപ്പനെ സേവ് ചെയ്ത് അവനെ ഒരു പാഠം പഠിപ്പിച്ച് തോൽപ്പിച്ചു. അതിനുശേഷം ഹാൻസം ബോയ് അവൻ ഒരു ഇൻവിസിബിൾ മാനുമായിട്ട് ഏറ്റുമുട്ടി. സഹായിക്കാനായ അപ്പാപ്പനും പുൽമയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തിയതുകൊണ്ട് തന്നെ ഹാൻസം ബോയ്ക്ക് അധികം ബോഡിയൊന്നും കേടാവാതെ അവനെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പൊ മത്സരത്തിന്റെ ഒന്നാമത്തെ റൗണ്ടാണ്. രണ്ട് പ്രത്യേക ടങ്കുകളിലൂടെ നടന്ന് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ഹാൻസം ബോയ്ക്ക് എത്തണം. എങ്കിൽ മാത്രമേ മൂന്നാമത്തെ മത്സരം വിജയിക്കൂ. അവൻ നടക്കേണ്ട പാത്തിന്റെ ഏറ്റവും അടിയിലായി നല്ല ഫോഴ്സിൽ തിളച്ചു മറിയാണ്. അതിലേക്ക് വീണ അവന്റെ ഒരു പൊടി പോലും ബാക്കി കിട്ടില്ല. ഹാൻസം ബോയ് ആണെങ്കിൽ പേടിയോടുകൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കും. അതേസമയം ബുൽമയാണെങ്കിൽ അപ്പാപ്പനോട് പറയും, നിങ്ങളുടെ സഹോദരി നിങ്ങൾ കഴിഞ്ഞും വളരെ ഡേഞ്ചറും റൂഡുമാണ്. അത് കേട്ട് അപ്പാപ്പനാണെങ്കിൽ വാവ്, സത്യത്തിൽ അവളുടെ ഇങ്ങനെയുള്ള ടെക്നിക്സ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ബൊൽമയുടെ ദേഷ്യം 10 മടങ്ങാവുകയാണ്. ഇവിടെ എൽഡർ ലേഡി ആണെങ്കിൽ വലിയൊരു മാംസകഷ്ണം കയ്യിലെടുത്ത് ആ ഒരു തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ഇടും. അത് സെക്കൻഡുകൾ കൊണ്ട് ഉരുകി ഇല്ലാതാവും. ഹാൻസം ബോയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കും, നീ അതിലേക്ക് വീണ ഇതിലും കഷ്ടമായിരിക്കും നിന്റെ അവസ്ഥ. സോ നിനക്ക് ഞാനൊരു ഓപ്ഷൻ തരാം, നിനക്ക് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇന്ന് വരെ ഒരു കാര്യത്തിനും പുറകോട്ടേക്ക് പോയിട്ടില്ല, ഒന്നിനെ കണ്ടും ഞാൻ പേടിച്ച് മാറുന്നിട്ടില്ല. സോ തീർച്ചയായിട്ടും ഞാനിത് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞ് അവൻ ഫുൾ സ്ട്രെങ്ത്തിൽ ഫുൾ പവർഫുള്ളായി അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം ആ എൽഡർ ലേഡി അവരങ്ങനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് വന്ന് ഇനിയാണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് അവരുടെ കൈ നീട്ടി 2 ത്രികോണങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം അവർ ഉച്ചത്തിൽ എന്തോ ഒരു മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നമ്മുടെ ആൾക്കാർ പരസ്പരം നോക്കും. അടുത്ത നിമിഷം ഹാൻസം ബോയുടെ പോസ്റ്റുള്ള ഭാഗത്ത് നിന്ന് വമ്പം ഫോഴ്സിൽ ഫോഗ് അത് പുറത്തേക്ക് വരികയാണ്. ആ ഫോഗ് അങ്ങനെ അവിടെ മുഴുവൻ നിറഞ്ഞ് ആ ഫോഗ് അത് പതിയെ പതിയെ ഇല്ലാതാവുമ്പോൾ അവിടെ ഒരു ശവപ്പെട്ടി അവർ കാണും. ഗോക്കു ആണെങ്കിൽ അതിന്റെ മുകളിലുള്ള സിമ്പിളിലേക്ക് തന്നെ കണ്ണിമ ചിമ്മാ നോക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അടുത്തുള്ളവരോട് അതെന്താണെന്ന് ചോദിക്കും. അതിനവർ പറയും അതൊരു മമ്മിയാണ്. നമ്മൾ കരുതിയതുപോലെയല്ല ഈ മത്സരം, അത് വളരെ ടഫാണ്. അവർ ക്രൂക്കഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മൊട്ടപ്പം പറയും. അടുത്ത നിമിഷം ആ ഒരു വലിയ ശവപ്പെട്ടിയുടെ മോടി അതങ്ങനെ നീങ്ങുകയാണ്. ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. അവരാണെങ്കിൽ ആ പെട്ടിയിലേക്ക് നോക്കും. ചുവന്ന കണ്ണുകളോടുകൂടെ ഒരു മമ്മി. അത് കണ്ണുകളൊക്കെ തുറന്ന് ആ പെട്ടിയിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരികയാണ്. ഹാൻസം ബോയ്ക്കാണെങ്കിൽ ഒരു മൈനർ അറ്റാക്ക് തന്നെ അവന്റെ ബോഡിയിലൂടെ വന്നു പോകും. ഹാൻസം ബോയ് ആണെങ്കിൽ അതിനെ കണ്ട് ഞെട്ടുകയാണ്. അതിനുശേഷം അവൻ ക്യാഷ്ലായിട്ട് അതിനെ നോക്കും. ഓ, ഇത് വെറും ഒരു മമ്മിയാണ്, എന്നെ കൊണ്ട് ഇതിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ തയ്യാറാവും. പക്ഷെ മാസ്റ്റർ റോഷി ആണെങ്കിൽ തീർത്തു പറയും, അത് അത്ര എളുപ്പമായിരിക്കില്ല, അവനെ കൊണ്ട് അത്ര എളുപ്പത്തിൽ അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതൊരു മമ്മിയാണ്, അതിന്റെ പവർ വേറെ ലെവലാണ്. എന്റെ സിസ്റ്റർ അവൾ നിങ്ങൾ കരുതും പോലെയല്ല, അവൾ വളരെയധികം ക്രൂക്കഡാണ്. എങ്ങനെ വേണമെങ്കിലും അവൾ അവളുടെ ഓപ്പണന്റിനെ തോൽപ്പിക്കാൻ ഏത് മാർഗത്തിലൂടെയും കടന്നു പോകും. സോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ. നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കേട്ട് കൂടി വരും. അതേസമയം ആ ഒരു മമ്മി അത് ആ പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പൊ ഹാൻസം ബോയെ നോക്കി ചിരിക്കുകയാണ്. അത് കൈ മടക്കി ചെയ്യാൻ തയ്യാറായി ഒരുപാട് പവറോടുകൂടെ നമ്മുടെ ഹാൻസം ബോയെ തന്നെ നോക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. ആ ഒരു മമ്മിയും അവന്റെ നേർക്ക് ഓടി വന്ന് അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മമ്മിയാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അത് കണ്ട നമ്മുടെ ചെക്കൻ അവനാണെങ്കിൽ അതിന്റെ അറ്റാക്കിൽ നിന്നെല്ലാം തന്നെ തെന്നി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഓരോ തവണ പഞ്ച് ചെയ്യുമ്പോഴും പോയി അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വളരെ വിദഗ്ധമായി തന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. അതിനുശേഷം അവനെ തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മമ്മി അത് അപ്പോഴേക്കും അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. അടിയുടെ ഇമ്പാക്റ്റില് അവൻ അങ്ങനെ ഫ്ലൈ ചെയ്തു പോവും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവൻ ആ ഒരു വലിയ ടങ്കിൽ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ ഒരു നാവിലങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഉച്ചത്തിൽ അവന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. ജസ്റ്റ് ഒന്ന് തെറ്റിയ അവൻ ആ ചൂട് വെള്ളത്തിലേക്ക് തെറിച്ച് വീഴും. അതിൽ വീണുപോയ അവന്റെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. നമ്മുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ അവനെ സഹായിക്കണം എന്നൊന്നും അറിയില്ല. ഇവിടെ ഹാൻസം ബോയ് ഒരു സെക്കൻഡ് താഴേക്ക് നോക്കും. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ശ്രമം അത് തുടരുകയാണ്. അവനങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന അതേ സമയം ആ മമ്മി ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. അവൻ കാലുയർത്തി ഇപ്പോ ഹാൻസം ബോയുടെ കയ്യിൽ ചവിട്ടാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ കാഴ്ച കണ്ട് കണ്ണുകൾ അടയ്ക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ നിലവിളിക്കുകയാണ്. അടുത്ത നിമിഷം അവൻ അങ്ങനെ പൗസായിട്ട് നിൽക്കും. അതിനുശേഷം ഹാൻസം ബോയെ നോക്കി സിമ്പിളായിട്ട് പറയും, നമ്മൾ ബാറ്റിൽ ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് ഫൈറ്റ് ചെയ്ത് മതിയായില്ല, നീ എഴുന്നേറ്റ് വായോ, എനിക്ക് ഇനിയും നിന്നോട് ഫൈറ്റ് ചെയ്യണം. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ഇവിടെ എൽഡർ ലേഡി ക്യാഷ്ലായിട്ട് ചിരിച്ച് അടുത്തായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ അങ്ങനെ വെയിറ്റ് ചെയ്യും. ആ സമയം നമ്മുടെ ഹാൻസം ബോയ് അവൻ പതിയെ മുകളിലേക്ക് കയറി വരികയാണ്. ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവൻ അങ്ങനെ ഇരിക്കും. മമ്മിയാണെങ്കിൽ ഇപ്പോൾ അവനോട് എഴുന്നേക്കാനായിട്ട് പറയും, നിന്റെ മരണഭയം അതെനിക്ക് കാണണം, എഴുന്നേറ്റ് നിന്ന് എന്നെ
ഫേസ് ടു ഫേസ് ചെയ്ത് നീ ഫൈറ്റ് ചെയ്യുക. ബൊൽമയാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, കമോൺ കമോൺ, നിന്റെ പവർ എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്ക്, അവനെ വെറുതെ വിടരുത്. അത് കേട്ട് റാബിറ്റും ഹാൻസം ബോയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. അത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ അവന്റെ ചെന്നായുടെ രൂപത്തിലേക്ക് മാറി അവനെ അറഞ്ചും പുറഞ്ച് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ എത്രയൊക്കെ വേഗത്തിൽ അറ്റാക്ക് ചെയ്തിട്ടും അവന്റെ ഒരു പഞ്ച് പോലും ആ മമ്മിയുടെ ദേഹത്ത് വീടില്ല. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഹാൻസം ബോയുടെ അറ്റാക്കിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. വാവ്, അവൻ ശരിക്കും അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷേ മാസ്റ്റർ റോഷി ആണെങ്കിൽ അവനോട് പറയും, ഹാൻസം ബോയ് അവൻ കുറേശ്ശെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മമ്മി നിങ്ങൾ കരുതും പോലെയല്ല, അവൻ വളരെ പവർഫുൾ ആണെന്ന് പറയും. അതാൾ പറഞ്ഞു തീർക്കേണ്ട താമസം ഇവിടെ ആ മമ്മി ഹാൻസം ബോയെ തട്ടി മാറ്റി അങ്ങനെ ഫ്ലൈ ചെയ്ത് പോയി കറങ്ങി ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ അടിച്ചു വീഴും. അതിനുശേഷം മമ്മിയാണെങ്കിൽ മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് എടുത്ത് ചാടി പോവാണ്. എല്ലാവർക്കും അവൻ അടുത്ത മൂവ്മെന്റ് എന്താണ് വെക്കാൻ പോകുന്നതെന്ന് അറിയാതെ വണ്ടർ അടിച്ച് നിൽക്കും. ഉള്ളിലേക്ക് പോയ അവനാണെങ്കിൽ ഇപ്പൊ ഞൊട്ടിയിടയിൽ താഴേക്ക് വീഴുകയാണ്. അവൻ താഴേക്ക് തിളച്ച വെള്ളത്തിലേക്ക് പതിക്കാൻ പോവുകയാണെന്ന് ആശ്വസിച്ച് നിൽക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വെല്ലുവിളി കൊടുത്ത് അവന്റെ പേപ്പർ അത് വെച്ച് ചെയ്ത് ഇപ്പൊ മുകളിലേക്ക് ചാടി വന്ന് ഹാൻസം ബോയെ ആഞ്ഞടിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. കട്ട് ചെയ്താ ഇവിടെ പുറത്ത് കുപ്പിക്കാരനാണെങ്കിൽ കാര്യമായിട്ട് ഒരു ടീമിനോട് സംസാരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ വരുന്നതിന് മുൻപ് ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ടു പോയ ആ ടീം അവരാണെങ്കിൽ ഇത്തവണ ഒരു ജയന്റുമായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. തൊപ്പിക്കാരനാണെങ്കിൽ അവരോട് പറയും, ഇപ്പോൾ ഒരു ബാറ്റിൽ നടക്കുകയാണ്, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിനി വീണ്ടും മത്സരിക്കാൻ കഴിയൂ. പിന്നെ ജയന്റ് ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, എനിക്ക് ഭയങ്കര പവറാണ്, എന്നെ അത്ര വേഗം ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ കൈ ചുരുട്ടി ആ ബിൽഡിങ്ങിനെ പഞ്ച് ചെയ്യും. അടുത്ത നിമിഷം ബിൽഡിങ്ങിൽ വലിയൊരു ക്രാക്ക് വീഴുകയാണ്. തൊപ്പിക്കാരനാണെങ്കിൽ ടെൻഷനാവും. ഓ നോ, നീ എത്ര പ്രാവശ്യമാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരുപാട് തകരാറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഫൈറ്റ് ചെയ്യേണ്ടതും മത്സരിക്കേണ്ടതും ഞങ്ങളുടെ ടീമിനോടാണെന്ന് പറഞ്ഞ് അവരെ വാൺ ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മുടെ ആൾക്കാരുമായിട്ടുള്ള ഫൈറ്റിന്റെ ശബ്ദവും ഇമ്പാക്റ്റും പുറത്തേക്ക് കേൾക്കുകയാണ്. അത് കേട്ട് അവരെല്ലാവരും ഞെട്ടും. അവരാണെങ്കിൽ ബൈ ബൈ പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന് കടന്നു പോവാണ്. ആ ജയന്റ് ആണെങ്കിൽ തൊപ്പിക്കാരനോട് പറയും, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇളിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോകും. തൊപ്പിക്കാരനാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ടാറ്റ കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ മമ്മി ആണെങ്കിൽ വമ്പ സ്ട്രെങ്ത്തിലും ഒരുപാട് പവറിലും ഹാൻസം ബോയെ അറഞ്ചം പുറഞ്ഞ് തല്ലാണ്. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. ഓ നോ, എല്ലാം കാരണക്കാരൻ ഞാനാണ്, ഞാൻ കാരണമാണ് അവൻ ഇത്രയും പ്രശ്നത്തിൽ അകപ്പെട്ടു പോയത്. എൻ്റെ പപ്പയെ തിരികെ പിടിക്കാൻ എനിക്ക് എങ്ങനെയെങ്കിലും അവനെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവളുടെ ആക്സ് അത് കയ്യിലെടുത്ത് ഇപ്പൊ ഹാൻസം ബോയ്ക്ക് കൊടുക്കാൻ തയ്യാറാവുകയാണ്. അടുത്ത നിമിഷം മാസ്റ്റർ റോഷി അവളെ തടയും. ഐ എം സോറി, പക്ഷേ നീ ചെയ്യുന്നത് ഫെയർ അല്ല. ഹാൻസം ബോയ് മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ ഓൺ സ്ട്രെങ്ത്തിൽ വേണം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അതിന് കുഞ്ഞിപ്പെണ്ണ് പറയും, എനിക്ക് വേണ്ടിയാണ് അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ആ ഡ്രാഗൺ ബോൾ പിടിക്കാൻ, ഡ്രാഗൺ ബോൾ കണ്ടെത്താനും അതിലൂടെ എൻ്റെ പപ്പയുടെ നഷ്ടപ്പെട്ടു പോയ ജീവൻ അത് തിരികെ പിടിക്കാനുമാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഈ നോൽക്കി നിൽക്കാൻ കഴിയില്ല. മമ്മയാണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയുടെ അടുത്തേക്ക് വരും. ഹാൻസം ബോയ് ആണെങ്കിൽ വിറകാലുകളോടെ വീണ്ടും അവനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം മമ്മി അവനെ ഉയർത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് ഹാൻസം ബോയെ ഓടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവൻ വേദനയിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ഇവിടെ എൽഡർ ലേഡിക്ക് അത് കണ്ട് ഭയങ്കര സന്തോഷം ആണെങ്കിൽ ബല്ലി എന്തോ വിട്ട സന്തോഷത്തിൽ ഇപ്പോൾ ഹാൻസം ബോയെ കൊല്ലാനായിട്ട് ആ മമ്മിയോട് പറയും. അവനാണെങ്കിൽ അവനങ്ങനെ വളച്ചൊടിക്കുകയാണ്. റോഷി ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഹാൻസം ബോയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, എത്രയും വേഗം അവനെ രക്ഷിച്ചിട്ടില്ല എങ്കിൽ അവനെ തകർത്തില്ലാതാക്കും. അത് കേട്ട് ഗോക്കു ഫൈറ്റ് സ്വിച്ച് ചെയ്യാനായിട്ട് വിളിച്ചു പറയും. പക്ഷേ ഹാൻസം ബോയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ പറയാൻ കഴിയില്ല. അത് കണ്ട് കൺട്രോൾ പോയ നമ്മുടെ റാബിറ്റ് അവനൊരു ബേർഡായി മാറി ആ മമ്മിയെ ചന്നം ഭിന്നം ആഞ്ഞു കുത്തും. സോ കൺട്രോൾ പോയ മമ്മിയാണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയെ താഴെയിട്ട് ആ ബേർഡിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവനാണെങ്കിൽ ആ റാബിറ്റിനെയും അടിച്ച് താഴെയിടും. അടുത്ത നിമിഷം നമ്മുടെ ഹാൻസം ബോയ് ആ റാബിറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ ചോദിക്കും. അത് കേട്ട ആ മമ്മി ഹാൻസം ബോയെ തൂക്കിയെടുത്ത് നീ തോറ്റു എന്ന് സമ്മതിക്കാനായിട്ട് പറയും. പക്ഷെ അവൻ സമ്മതിക്കാൻ തയ്യാറാവില്ല. അതിന് ആ തിളച്ച വെള്ളത്തിലേക്ക് അവന് വലിച്ചെറിയാണ്. അത് കാണേണ്ട താമസം നമ്മുടെ ഗോക്കു അവന്റെ സ്റ്റിക്ക് നീട്ടി ഇപ്പൊ ഹാൻസം ബോയെ സേഫായി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. ആ എൽഡർ ലേഡി ആണെങ്കിൽ പരിഹസിച്ചിരിക്കും, നിങ്ങൾക്കിനി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ഇതിൽ പരാജയപ്പെട്ടു എന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്യാണ്. ഹാൻസം ബോയ് പറയും, നമ്മൾ കരുതും പോലെയല്ല, അവർ ഭയങ്കര പവർഫുൾ ആണ്. അതിന് ഗോക്കു പറയും, ഇനി മുതൽ ഞാൻ ഫൈറ്റ് ചെയ്യും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അത് തടയും. എൻ്റെ പപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ ഇനിയും ഇങ്ങനെ അപകടത്തിൽ പോകാൻ പാടില്ല. പക്ഷെ ഗോക്കു ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് ഫൈറ്റ് ചെയ്യാൻ അവിടുന്ന് കടന്നു പോവാണ്. അതുകൊണ്ട് നമ്മുടെ മൊട്ടപ്പൻ അവനെ വിഷ് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ആ മമ്മിയുടെ അടുത്തേക്ക് വന്ന് ഇപ്പൊ പാവം പൊക്കെ ചെയ്യും. അതിനുശേഷം അവനോട് പറയും, ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് കേട്ട് അവൻ ചിരിക്കുകയാണ്. നിന്നെപ്പോലെ ഒരു നുണുങ്ങു പയ്യൻ എനിക്ക് ഒരു ഇരയേ അല്ല, പക്ഷെ എങ്കിലും ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. അതേസമയം മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററോട് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, നമ്മൾ കരുതും പോലെയല്ല, മമ്മി മാൻ അവൻ ഭയങ്കര പവർഫുൾ ആണ്. ഇവിടെ എൽഡർ ലേഡി ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.